റോസ് ചെടികൾ വളരുന്നില്ല, പൂക്കളുണ്ടാവുന്നില്ല. ഇതാണ് എല്ലാവരുടെയും പരാതി. റോസ് പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെഡ് ഹെഡും പ്രൂണിങ്ങും. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ റോസ് ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. പൂക്കൾ വിരിഞ്ഞ് അതിൻ്റെ കളർ ഫെയ്ഡായി കഴിഞ്ഞാൽ 2-3 ലീഫിനോട് താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനാണ് ഡെഡ് ഹെഡ് എന്ന് പറയുന്നത്. ഒരു ഫ്ലവർ കട്ട് ചെയ്ത് കൊടുത്താൽ അതിൽ നിന്നും ഒരാഴ്ച കൊണ്ട് തന്നെ 3-4 ഷൂട്ട്സ് വന്നിട്ട് അതിൽ 3-4 പൂക്കൾ വരും. ഇങ്ങനെ ഓരോ പൂക്കൾ വിരിഞ്ഞതിന് ശേഷവും ഡെഡ് ഹെഡ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ തളർപ്പുകളും കൂടുതൽ ഇലകളും മുട്ടുകളും പൂക്കളും എല്ലാം ആ ചെടിയിൽ വരും. ഈ ഒരു കമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കമ്പ് ഞാൻ ഡെഡ് ഹെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതിൽ 3-4 പൂക്കൾ ഉണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്യാതെ നിർത്തിയതാണ്. കട്ട് ചെയ്ത കമ്പുകളിലെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും ബഡ്സും എല്ലാം വന്നു, നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. പക്ഷേ കട്ട് ചെയ്യാത്ത ആ ഒരു കമ്പിൽ തീരെ ഗ്രോത്ത് ഇല്ല. അപ്പോൾ റോസ് ചെടികൾ വളരുന്നില്ല, പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഡെഡ് ഹെഡ്. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പ്രൂണിങ്. തീരെ ഗ്രോത്ത് ഇല്ലാത്ത ചെടികളുടെ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. 2-3 ലീഫിനോട് താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനാണ് സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ് പ്രൂണിംഗ് ചെയ്യാൻ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, നമുക്ക് എപ്പോഴും ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഗ്രോത്ത് ഇല്ലാതെ കാണുന്ന പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിന് ഉടനെ തന്നെ സോഫ്റ്റ് പ്രൂണിംഗ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, ഫംഗിസൈഡ്സ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റോസ് ചെടികളിൽ നന്നായിട്ട് പുതിയ തളർപ്പുകളൊക്കെ വരും, പുതിയ മൊട്ടുകൾ വരും, പൂക്കൾ വരും. അത് മാത്രമല്ല, ഈ പ്രൂണിങ്ങിലൂടെ നമുക്ക് ചെടികളെ ബുഷാക്കി എടുക്കാൻ പറ്റും. അധികം കമ്പുകൾ നീട്ടിവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ചെടികൾ നല്ല ബുഷായിട്ട് വളരും. അപ്പോൾ എനിക്ക് എൻ്റെ റോസ് ചെടികളൊക്കെ അങ്ങനെ ബുഷായി നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക.